എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് തക്കാളി മുരിങ്ങയ്ക്കയും ഒക്കെ ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ്. എല്ലാവരും ഇത് വെക്കുന്നതാണ്. എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കാം. നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് കഴിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളി, 2 സവാള ഉള്ളി, 1 മുരിങ്ങയ്ക്കായും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പച്ചമുളകാണെങ്കിൽ ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് ഉള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ നന്നായിട്ട് കഴുകി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിലാണ് വെക്കുന്നത്. നമുക്ക് മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ആ എണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടങ്ങ് വഴറ്റണ്ട. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ആ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അരച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി മുരിങ്ങയ്ക്കയും വെന്തോന്ന് നോക്കാം. ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയും അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ നമുക്ക് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന മക്കളുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചോറിൻ്റെ കൂടെ തയ്യാറാക്കി കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.